സാറേ എന്താ സാറേ ഇവിടെ പ്ലാസ്റ്റിക് എന്തെങ്കിലും എടുക്കാനുണ്ടോ? അത് ബേക്ക് വശത്ത് അങ്ങോട്ട് ഉണ്ടാവും. ഓ അതെന്താന്ന് വെച്ചാ കൊടുത്തു. ഇതും കൂടി എടുത്തോട്ടാ. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? സ്കൂളിലൊന്നും പോയിട്ടില്ല. ഈ കുട്ടീനെ എന്താ സ്കൂളിൽ ചേർക്കാഞ്ഞേ? എന്റെ കയ്യിൽ അതിനുള്ള പൈസ ഒന്നുമില്ല സാറേ. പൈസ ഇല്ലെന്ന് കരുതി കുട്ടികളെയും കുട്ടി ഇങ്ങനെ നാട് നിന്ന് തെണ്ടി നടക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഞങ്ങൾക്ക് ആരും ഇല്ല സാറേ. ഓക്ക് ഞാനും അനക്കോളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഈ കുട്ടിക്ക് നിങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മരിച്ചുപോയ കുട്ടി എന്ത് ചെയ്യും? കുറെ തെണ്ടി നടക്കുമായിരിക്കും. ഏതെങ്കിലും തെരുവോരങ്ങളിൽ പിച്ചെടുത്ത് ജീവിക്കുമായിരിക്കും. അവസാനം പട്ടിണി കിടന്ന് എവിടെയെങ്കിലും ചത്ത് മലർന്ന് കിടക്കും. കുട്ടികൾക്ക് വെള്ളവും ഫുഡും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ. അല്ലാതെ കുട്ടികളെയും കുട്ടി ഇങ്ങനെ തെണ്ടി നടക്കുകയല്ല വേണ്ടത്. എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. സാറേ അതിനുള്ള പൈസ. ശരി, നിങ്ങളെ കൊണ്ട് പറ്റില്ലായിരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേണ്ട. ഈ കുട്ടീന്റെ വിദ്യാഭ്യാസത്തിനുള്ള സർവ്വ ചെലവ് ഞാൻ എടുത്തോളാം. കേരളത്തിൽ നമ്പർ 1 എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഉള്ള സ്കൂൾ ഏതാ? അല്ലെങ്കിൽ ആ സ്കൂളിന്റെ നമ്പർ പെട്ടെന്ന് സെൻഡ്. നാളെ ഞാനൊരു കുട്ടിയെ കൂട്ടി അങ്ങോട്ട് വരും. അപ്പൊ ആ കുട്ടീന്റെ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ എഡ്യൂക്കേഷൻ ഫീസ് ഞാൻ എടുക്കും. എത്ര പൈസയാവും? പൈസ തരാനുണ്ടാവില്ല. ഒരു ബക്കറ്റ് തരാം. അത് പറ്റില്ല. എന്തെങ്കിലും ഒരു 50 റുപ്യ തരണം. ഓ എന്റെ വർത്താനം കേട്ട് ഞാൻ വിചാരിച്ചു പെണ്ണിനെ അബ്ദുൽ കലാം ആക്കി.